ഹായ് ഹലോ ഫ്രണ്ട്സ്, മഴതോറും മുമ്പേ സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിയെങ്കിലും മാനസികമായി തളർന്നിരിക്കുകയാണ് രോഹിത്തിന് ജാമ്യത്തിൽ ഇറക്കിയതിന്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ടെങ്കിലും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റമാണ് അവൻ വീട്ടിൽ വന്നതിന് ശേഷം കാണിക്കുന്നത്. ബാലചന്ദ്രനും അലീനയ്ക്കും കൃഷ്ണമ്മക്കും ഒക്കെ രോഹിത്തിന്റെ ഈ ഒരു പെരുമാറ്റവും ഒരു കാരണവും കൂടാതെ ദേഷ്യപ്പെടുന്നതൊക്കെ കാണുമ്പോഴേക്കും വലിയ വിഷമാവുന്നുണ്ട്. ഇപ്പൊ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നത് കുഴപ്പമായെന്നുള്ള രീതിയിലൊക്കെ അവരിങ്ങനെ ചിന്തിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഏതു നേരവും റൂമിൽ വാതിലടച്ച് കുറ്റിയിട്ടിട്ട് ഇരിപ്പാണല്ലോ. ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതൊക്കെ തട്ടിത്തെറിപ്പിച്ച് കളയുകയും പാത്രങ്ങളൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അത് പലതവണ ആവർത്തിക്കുകയും ചെയ്തപ്പോഴേക്കും ദേഷ്യം കൊണ്ട് തന്നെ ബാലചന്ദ്രൻ രോഹിത്തിനെ തല്ലാനൊക്കെ തുനിയുന്നുണ്ട്. അലീന അതിനിടയിൽ നിന്നുകൊണ്ട് അടിപിടിയിലേക്ക് കാര്യങ്ങൾ എത്താതെ നോക്കുകയും ചെയ്യുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജയിലിൽ കിടന്നതിന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നും അവനാകെ തകർന്നിരിക്കുക. ഇപ്പൊ നമ്മൾ അവന്റെ കൂടെ വഴക്കിനൊന്നും നിൽക്കാതെ അവനെ സമാധാനിപ്പിക്കേണ്ട സമയമാണ്. നമ്മളും അതുപോലെ തന്നെ സമാധാനമായിട്ടിരിക്കണം. കുറച്ച് സമയം എടുത്തേ അവൻ റിക്കവറായി വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അലീന ബാലചന്ദ്രനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, അച്ഛനതിൽ ഇടപെടണ്ട, രോഹിത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അവനെ മാറ്റിയെടുക്കാൻ, അവനെ പഴയ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എന്നെ കൊണ്ട് കഴിയും പോലെ ഞാനത് ഡീൽ ചെയ്തോണം. അതുകൊണ്ട് അച്ഛൻ ഇതിൽ ഇടപെട്ട് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിക്കരുത്. അച്ഛന് പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ തന്നെ ഇത് മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അലീന ബാലചന്ദ്രനെ അവിടുന്ന് പറഞ്ഞു വിടുന്നതും. മറ്റെന്തും സഹിക്കാം. ആഹാരത്തിന്റെ കാര്യത്തിൽ പോലും രോഹിത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോഴേക്കും ബാലചന്ദ്രൻ ഒട്ടും പിടിച്ചെടുക്കാനാവുന്നില്ല കേട്ടോ. ബാലചന്ദ്രൻ നല്ല ദേഷ്യത്തിൽ തന്നെയാണ്. ഇതിനിടയിൽ മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രോഹിത്തിനെ കാണാനായിട്ട്. ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം രോഹിത്തിനെ കാണാനായിട്ട് വന്നില്ലല്ലോ. അതുകൊണ്ട് അവനെ ഒന്ന് കാണാനും അവനോട് സംസാരിക്കാനും ഒക്കെ ആയിട്ട് മനു കടപ്പാട്ടൊരു വീട്ടിലേക്ക് വരികയാണ്. മനു വരുമ്പോഴേക്കും ആദ്യം തന്നെ കാണുന്നത് ബബിതയാണ്. ബബിതയോട് രോഹിത് എന്തിയെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും രോഹിയേട്ടൻ ഏത് നേരവും റൂമിൽ തന്നെയാ, ഭയങ്കര ദേഷ്യത്തില. ജയിലിൽ കിടക്കുന്ന തന്നെയായിരുന്നു തോന്നുന്നു രോഹിയേട്ടൻ ഇഷ്ടം. ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നതാണ് ഇപ്പൊ കുഴപ്പമായത്. ആഹാരമൊക്കെ തട്ടിത്തെറിപ്പിച്ച് എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എല്ലാവരോടും ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. ആരും അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പോലും രോഹിയേട്ടൻ ഇഷ്ടമല്ല. ഇതിലും ഭേദം രോഹിയേട്ടൻ ജയിലിൽ കിടക്കുന്ന തന്നെയായിരുന്നു നല്ലതെന്നൊക്കെ ബബിത പറയുകയാണെ. അപ്പോഴേക്കും മനു പറയുന്നുണ്ട്, അവന്റെ മാനസികാവസ്ഥ അതായതുകൊണ്ടല്ലേ. നിങ്ങൾ അവനെ കളിയാക്കുകയോ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത്. അവന് കൂടുതൽ സമയം സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, അതിന് ഞങ്ങൾ ആരും രോഹിയേട്ടനോട് അങ്ങനെ സംസാരിക്കാൻ ചെന്നിട്ടില്ല. ഇവിടെ ആർക്കും രോഹിയേട്ടനോട് ഒരു ദേഷ്യമില്ല. എല്ലാവരും പഴയതുപോലെ തന്നെയാണ് രോഹിയേട്ടനോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും. ഞങ്ങളോട് മാത്രമല്ല, അച്ഛനോടും രോഹിയേട്ടൻ ഇതേ രീതിയിൽ തന്നെ പെരുമാറുന്നത്. പരിധി വിട്ടപ്പോഴേക്കും അച്ഛന് ദേഷ്യം വന്നു. അച്ഛൻ ഏതാണ്ടൊക്കെ പറയുകയും ചെയ്തെന്ന് പറയുമ്പോഴേക്കും രോഹിത്തിനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കണമെന്നും അവനിപ്പോൾ ആവശ്യം ഒരു കൗൺസിലിംഗ് ഒക്കെ ആണെന്നാണ് മനു പറയുന്നത്. അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യവും നമ്മുടെ ആരുടെയും ഭാഗത്തൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ മനു പറയുകയും ചെയ്യുന്നുണ്ട്. രോഹിത് ആരുമായിട്ടും സംസാരിക്കാൻ കൂട്ടാക്കാത്തതുകൊണ്ട് തന്നെ അലീനയോടും കൃഷ്ണമോളോടും ബബിതയോടും ഒക്കെ സംസാരിച്ച് അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് മനു തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അലീന രാത്രി രോഹിത്തിന് കുടിക്കാനുള്ള കഞ്ഞുമായിട്ട് മോളെ കയറി ചെല്ലുകയാണ്. മോളെ, അവൻ നിന്നോട് അവന് കുടിക്കാൻ കഞ്ഞി വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഇല്ലച്ചാ, എന്നാലും അവൻ ആഹാരം കഴിക്കാതെ എങ്ങനെ? അവന് ഇത് ഞാൻ കൊടുത്തു നോക്കാം, ചിലപ്പോൾ അവൻ കുടിച്ചാലോ എന്നൊക്കെ പറയാം കേട്ടോ. എനിക്ക് തോന്നുന്നില്ല, അവൻ ഉച്ചയ്ക്ക് കാണിച്ചത് കണ്ടില്ലേ മോളെ, നല്ല പെട വെച്ച് കൊടുക്കാൻ എനിക്ക് തോന്നിയെന്നൊക്കെ ബാലേന്ദ്രൻ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെ അവനോട് ദേഷ്യപ്പെടില്ലേ? അവന്റെ മാനസികാവസ്ഥ അതായത് കൊണ്ടല്ലേ. നമ്മളിപ്പോൾ സമാധാനമായിട്ട് പോകേണ്ട സമയമാ. അതുകൊണ്ട് ഞാൻ അവനെ വിളിച്ച് ഞാൻ അവന് കഞ്ഞി കൊടുത്തോളാം എന്നൊക്കെ പറയുക കേട്ടോ അലീന. എന്നാൽ മോള് വിളിച്ചു നോക്ക് എന്ന് പറയുമ്പോഴേക്കും അലീന വിളിക്കുന്നുണ്ട്. പക്ഷേ രോഹിത് ഡോറ് തുറക്കുന്നില്ല. രോഹിത് ആണെങ്കിലും റൂമിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ കൊണ്ട് അവന് എന്താ ചെയ്യേണ്ടതെന്ന് അവന് തന്നെ ഒരു തീരുമാനം ഇല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് പുറത്തുനിന്ന് അലീനയും ബാലചന്ദ്രനും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം ബാലചന്ദ്രൻ വിളിക്കുമ്പോഴേക്കും ഭയങ്കര ദേഷ്യത്തിൽ തന്നെ വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? ഇച്ചിരി മനസമാധാനത്തോടെ ഇരിക്കാനും സമ്മതിക്കില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിൽ രോഹിത് വരുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ എത്ര തവണ വിളിച്ചടാ, നിനക്ക് ഈ വാതിൽ തുറന്നാൽ എന്താ? എന്തിനാ എപ്പോഴും ഇങ്ങനെ കുറ്റിയും കൊളുത്തും ഇട്ടിരിക്കുന്നത്? ഇവിടെ അങ്ങനെ എപ്പോഴും കുറ്റിയും കൊളുത്തൊന്നും ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ദേഷ്യപ്പെടുമ്പോഴേക്കും അതെന്റെ ഇഷ്ടമാണ്, എന്റെ റൂമാ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിതൻ തിരിച്ച് പറയുകയാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് പിന്നെ ഒരു വഴക്കിലേക്ക് പോകുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അച്ഛനൊന്നും മിണ്ടാതിരിക്കും, ഞാൻ പറഞ്ഞോളാം എന്ന് പറയുകയാണ്. നിനക്ക് കുടിക്കാനുള്ള കഞ്ഞായിട്ട് ഞാൻ വന്നത്, ഇച്ചിരി കഞ്ഞെങ്കിലും കുടിക്കുന്നൊക്കെ അലീന പറയുന്നുണ്ട്. അപ്പോഴേക്കും രോഹിത് ആ ദേഷ്യം കൊണ്ട് ആ കഞ്ഞി അവളുടെ മേത്തേക്ക് തന്നെ മറിച്ചിടുകയാണ്. ആ കഞ്ഞി മുഴുവൻ താഴെ വീണ ആ പാത്രമൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട്. ബാലചന്ദ്രൻ അപ്പം ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് രോഹിത്തിനെ തല്ലാൻ പോവുക കേട്ടോ. അലീന അപ്പോഴേക്കും ബാലചന്ദ്രനെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, പ്ലീസ് അവനെ തല്ലല്ലേ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇതാ ഞാൻ അച്ഛനോട് പറഞ്ഞത്, അച്ഛന് പെട്ടെന്ന് ദേഷ്യം വരും, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം എന്നൊക്കെ തന്നെ അലീന പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീനയുടെ നേർക്ക് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇതിനു വേണ്ടിയിട്ടായിരുന്നോടി ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇവനെ പുറത്തിറക്കിക്കൊണ്ട് വന്നത് ഇപ്പോൾ കുഴപ്പമായെന്നാണ് തോന്നുന്നത്.
പിന്നെ ഇവനെ ജയിലിൽ കൊണ്ടുപോയി ഇടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. പോട്ടെ പോട്ടെ എന്ന് ഞാൻ വെക്കും തോറും ഇവൻ അങ്ങ് തലേ കയറി നിരങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ദേഷ്യപ്പെടുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അച്ഛൻ പൊക്കോ, അച്ഛൻ റൂമിൽ പൊക്കോ, അച്ഛൻ ഒന്നാമതേ സുഖമില്ലാത്തതല്ലേ, ഞാനിത് നോക്കിക്കോളാം എന്ന് പറയുകയാണ് അലീന. നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഈ വീട്ടിൽ നിന്ന് പച്ച വെള്ളം പോലും ഇവന് കുടിക്കാൻ കൊടുക്കരുത്. ഇവൻ വിശന്ന് കിടക്കട്ടെ, എങ്കിലും ഇവൻ ഇതിൻ്റെയൊക്കെ വില മനസ്സിലാവുള്ളൂ. ഞാൻ പറയുന്ന കേൾക്കാതെ ഇനി ഇവൻ എന്തെങ്കിലും സാധനം നീ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നീ ആയിരിക്കും എൻ്റെ നടി മേടിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അലീനയെ വഴക്ക് പറഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ പോകുന്നത്. എന്തായാലും ആ സമയം കൊണ്ട് തന്നെ രോഹിത് അകത്ത് കയറി വാതിലടച്ചു കഴിഞ്ഞു കേട്ടോ. പാവ അലീന അവിടെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ബബിതയ്ക്കാണെങ്കിലും രോഹിത് കാണിക്കുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അലീനയ്ക്ക് വഴക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിലിരിക്കുകയാണ്. കൃഷ്ണമോക്ക് അപ്പോഴും ഭയങ്കര സങ്കടം തന്നെയാണ് കേട്ടോ. അലീന ചേച്ചിയെ കൊണ്ട് പറ്റാവുന്ന പോലെ മാക്സിമം നോക്കുന്നുണ്ട്. എന്നിട്ടും രോഹിയേട്ടൻ ഒരു പൊടിക്ക് പോലും അടുക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് വിഷമം. എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ച അച്ഛനും അലീന ചേച്ചിയും കൂടെ രോഹിയേട്ടനെ പുറത്തു കൊണ്ടുവന്നത്. എന്നിട്ടും രോഹിയേട്ടൻ അതൊന്നും മനസ്സിലാക്കാതെ എല്ലാവരോടും ഇങ്ങനെ ദേഷ്യപ്പെടുകയല്ലേ എന്നൊക്കെ ഓർത്തോണ്ട് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ കൃഷ്ണമോള്. ഇതേ സമയത്ത് ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട റൂമിലേക്ക് വന്നിട്ട് ഫോൺ എടുത്തിട്ട് ഗോവർദ്ധനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കാർപ്പൻറ്ററേയും കൂട്ടിക്കൊണ്ട് വരാൻ പറയാം കേട്ടോ. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ബാലേട്ടാ ഇപ്പോൾ രാത്രി 9 മണിയായി, ഈ സമയത്ത് ഞാൻ എവിടെ നിന്ന് ഒരു കാർപ്പൻറ്ററെ ഒപ്പിക്കാനാ? എല്ലാവരും പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ടുണ്ടാവില്ലേ, ഈ സമയത്ത് വിളിച്ചാൽ ആരും വരില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അത്യാവശ്യമാണ്, ഇപ്പം തന്നെ ഒരു കാർപ്പൻറ്ററെ കൂട്ടിക്കൊണ്ട് വരണം, എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയാട്ടോ. അവസാനം നിവർത്തിയില്ലാതെ ഗോവർദ്ധൻ കാർപ്പൻറ്ററേയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. രോഹിത്തിനെ മര്യാദ പഠിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് ബാലചന്ദ്രൻ. 2-3 തവണയൊക്കെ ബാലചന്ദ്രൻ ക്ഷമിച്ചു. എന്നിട്ടും രോഹിത് പിന്നെയും ഇതുപോലെ തന്നെയാണ് കാണിക്കുന്നെങ്കിൽ പിന്നെ ഉറപ്പായും ബാലചന്ദ്രന്റെ ദേഷ്യം വരുമല്ലോ. അങ്ങനെ കാർപ്പൻറ്ററും കൂട്ടിക്കൊണ്ട് രോഹിത്തിന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ കാർപ്പൻറ്ററോട് പറയുന്നുണ്ട്, ഈ വാതിലിന്റെ കൊളുത്തും കുറ്റിയും പൂട്ടും എല്ലാം തന്നെ ഊരി മാറ്റിയാരേ, ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയുക കേട്ടോ. രോഹിത് ഈ കാണിച്ചതിനൊക്കെയുള്ള ഒരു ശിക്ഷയായിട്ടാണ് ബാലചന്ദ്രൻ ഇതുപോലെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ അവിടെ ഒന്നും തന്നെ പറയാൻ പറ്റില്ലല്ലോ. എന്നാലും രോഹിത്തിന്റെ മനസ്സിലെ വാശിക്ക് ഒരു കുറവുമില്ല. രോഹിത് ഇങ്ങനെ പിടിച്ചു മുടിയാലെ തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് രോഹിത് നിൽക്കുന്നതും. അങ്ങനെ കാർപ്പൻറ്റർ വന്ന അതിന്റെ കുറ്റിയും കൊളുത്തും പൂട്ടും എല്ലാം അഴിച്ചുകൊണ്ട് പോയി കേട്ടോ. ഇനി നീ വാതിൽ കുറ്റി അടച്ചിരിക്കുന്ന എനിക്കൊന്ന് കാണണോടാ എന്നും പറഞ്ഞിട്ട് ബാലചന്ദ്രനും ഇറങ്ങി പോകുന്നുണ്ട്. ഭയങ്കര ദേഷ്യത്തോടെ തന്നെ രോഹിത് വാതിലടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനാ ബാലേട്ടാ ഈ രാത്രി തന്നെ അവന്റെ റൂമിലെ കുറ്റിയും കൊളുത്തും ഒക്കെ അഴിച്ചു മാറ്റാൻ പറഞ്ഞെന്നൊക്കെ ഗോവർദ്ധൻ ചോദിക്കുമ്പോഴേക്കും രോഹിത് കാണിച്ചു കൂട്ടിയ എല്ലാ കാര്യങ്ങളും ഗോവർദ്ധനോടും പറയുകയാണ്. അപ്പോൾ ഗോവർദ്ധനും പറയുന്നുണ്ട്, ചെയ്യാത്തൊരു തെറ്റിന്റെ പേരിൽ ഇത്ര നാളും ജയിൽ ശിക്ഷ അനുഭവിച്ചില്ലേ, അതിന്റെ ഒരു മാനസിക വിഷമം കൊണ്ടായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എന്തായാലും അവനൊന്ന് റിക്കവറായി വരാൻ സമയം എടുത്തേക്കും ബാലേട്ടാ, അവനെ അവന്റെ വഴിക്ക് വിട്ടേരെ. എന്തായാലും പുറത്തിറങ്ങാതെയും ആഹാരം കഴിക്കാതെയും ഒന്നും അധികം നാൾ അവനെ പിടിച്ചു നിൽക്കാനാവില്ലല്ലോ. അവൻ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പുറത്തു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നും അവനെ നല്ലൊരു ഡോക്ടറെ കാണിച്ച് അവനൊരു കൗൺസിലിംഗ് അറേഞ്ച് ചെയ്യണമെന്നൊക്കെ ഗോവർദ്ധൻ പറയുന്നുണ്ട്. ആ സമയത്തും ബാലചന്ദ്രൻ ഗോവർദ്ധൻ പറയുന്ന എല്ലാം കേട്ടുകൊണ്ട് ആകെ തളർന്നു കൂത്തി ആകെ മനസ്സ് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഇവനെ പുറത്തിറക്കാൻ വേണ്ടി ഇത്രയധികം കഷ്ടപ്പാടൊക്കെ സഹിച്ച് അവസാനം അവൻ പുറത്തിറങ്ങി വന്നപ്പോഴേക്കും അവൻ ഇങ്ങനെയൊക്കെയാണല്ലോ കാണിക്കുന്നതെന്നുള്ള വിഷമം ബാലചന്ദ്രൻ ഗോവർദ്ധനോട് പറയുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ ബാലചന്ദ്രനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നതും. അങ്ങനെ പിറ്റേന്ന് രാവിലെ അലീന കോഫിയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ രോഹിത്തിന്. പക്ഷേ രോഹിത് കോഫി ഒന്നും തന്നെ കുടിക്കുന്നില്ല. ഈ വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനവും ഇല്ല. പുറത്തൊന്ന് നടക്കാൻ പോയിട്ട് വരാം എന്നുള്ളൊരു തീരുമാനത്തിൽ രോഹിത് പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റം നല്ലതാണെന്നും അവനൊന്ന് പുറത്തിറങ്ങി പോയിട്ട് വരട്ടെ, അവന് മനസ്സിന് അത്രയ്ക്ക് ഒരു ആശ്വാസം ആവുമല്ലോ എന്നൊക്കെ കരുതി എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ രോഹിത് പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ രോഹിത്തിനെ എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. അയൽവക്കക്കാരും റോഡിലൂടെ പോകുന്നവരും വരുന്നവരും എല്ലാം രോഹിത്തിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. എല്ലാവരും തന്നെ തന്നെയാണല്ലോ ഇങ്ങനെ തുറച്ച് നോക്കുന്നതെന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ രോഹിത്തിനും അതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. അധികം വൈകാതെ തന്നെ അവിടെ കൂടിയിരുന്ന കുറച്ച് പേർ രോഹിത്തിന്റെ അടുത്തേക്ക് വരികയും രോഹിത്തിനോട് മോശമായിട്ട് സംസാരിക്കുകയും അവനെ കയ്യേറ്റം ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. 4 പേരും കൂടി ചേർന്ന് ഒരു പെങ്കൊച്ചന്റെ ജീവിതമായി ഇല്ലാതാക്കിയത്. ഇവനെ പോലുള്ളവന്മാരെയൊക്കെ എന്തിനാ പുറത്തേക്ക് ഇറക്കുന്നത്? ഇവനൊക്കെ ജയിലിൽ കിടന്ന് തന്നെ തീരണം. കാശുള്ള വീട്ടിലെയാണെന്ന് പറഞ്ഞ് ഇവന്മാർക്കൊക്കെ എന്ത് തോന്നിയാസം കാണിച്ചു കൂട്ടാവുന്ന. പാവം ആ പെങ്കൊച്ചന്റെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കിയേ. കെട്ടുകണക്കിന് കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ടായിരിക്കും ആ പെങ്കൊച്ച് മൊഴി മാറ്റി പറഞ്ഞത്. അതിന്റെ നിവൃത്തികേട് അല്ലാതെ എന്ത് പറയാൻ. സ്വർണ്ണക്കടക്കാരന്റെ മകനല്ലേ, അപ്പൊ പിന്നെ ഇഷ്ടം പോലെ കാശ് കാണുമല്ലോ, ഇഷ്ടം പോലെ ഇറക്കി കാണും. അതുകൊണ്ടായിരിക്കും ഇവന് ജാമ്യം അനുവദിച്ചത്. എന്തായാലും ഇവനെ പോലുള്ളവന്മാരൊക്കെ പുറത്തിറങ്ങി നടക്കരുത്. ഇവനൊക്കെ പുറത്തിറങ്ങിയാലേ ഇനി ഇതുപോലെ എത്ര പെമ്പിള്ളാരുടെ ജീവിതം ഇല്ലാതാക്കാൻ പോകുന്നത്. ഇവനെയൊക്കെ തീർക്കാ ചെയ്യേണ്ടേ. ഇവനൊക്കെ ഒരിക്കലും ജാമ്യം അനുവദിക്കരുത്. ഇവനൊക്കെ ജയിലിൽ കിടന്ന് തന്നെ തീരേണ്ടവനാ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടെ രോഹിത്തിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും രോഹിത് അവിടുന്ന് ഓടുകയാണ് കേട്ടോ. അവിടെ കൂടിയ എല്ലാവരും വടിയും ചൂലും ഒക്കെ ആയിട്ട് രോഹിത്തിനെ ഓടിക്കുകയാണ്. അവസാനം രോഹിത് വീട്ടിലേക്ക് ഓടിക്കയറുകയാണ്.
ഈ സമയത്ത് ബാലചന്ദ്രൻ സിറ്റൗട്ടിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ കുടിക്കാനുള്ള കോഫിയുമായിട്ടാണ് അലീന വരുന്നത് കേട്ടോ. ബാലചന്ദ്രന് കോഫി കൊടുത്ത ശേഷം രോഹിത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രോഹിത് അങ്ങോട്ടേക്ക് ഓടിപ്പാഞ്ഞു വരുന്നത്. ഓടി കയറുന്നതിനിടയിൽ സ്റ്റെപ്പിൽ തട്ടി വീഴാൻ പോകുമ്പോഴേക്കും രോഹിത് വീഴാതെ അലീനെ താങ്ങി പിടിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് രോഹിത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവൻ എന്തിനാ ഇങ്ങനെ ഓടിപ്പാഞ്ഞു വരുന്നതെന്നൊക്കെ നോക്കുമ്പോഴേക്കാണ് ഗേറ്റിന്റെ പുറത്ത് കുറേ അധികം പേര് ചൂലും വടിയും ഒക്കെ ആയിട്ട് രോഹിത്തിനെ ഓടിച്ചു വരുന്നത് കാണുന്നത്. ഗേറ്റിന്റെ അവിടെ നിന്നോണ്ട് തന്നെ ആ നാട്ടുകാർ പറയുന്നുണ്ട്, നീ പുറത്തിറങ്ങുന്ന കണ്ട നിന്റെ കൈയും കാലും തല്ലി ഓടിക്കൂടാ, നിനക്കൊക്കെ ജാമ്യം കിട്ടരുതായിരുന്നു. നീയൊക്കെ പുറത്തിറങ്ങിയ ഞങ്ങളുടെ പെൺമക്കളൊക്കെ എങ്ങനെയാടാ സമാധാനത്തോടെ റോഡിൽ കൂടെ നടന്നു പോകുന്നത്? ഞങ്ങളുടെ വീടുകളിലും ഉണ്ടടാ അതേ പ്രായത്തിലുള്ള പെൺമക്കള്. കാശുള്ള വീട്ടിലെ ആയതുകൊണ്ട് നീയൊക്കെ എന്ത് തോന്നിയാസം വേണമെങ്കിലും കാണിക്കും. എന്നാൽ ഞങ്ങൾ അതൊക്കെ നോക്കി കയ്യും കെട്ടിയിരിക്കുമെന്നാണ് നീ വിചാരിച്ചത്? ഇനി നിന്നെ പുറത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു തീരുമാനമാക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കിയിട്ടാണ് അവർ പോകുന്നതും. ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിച്ചെന്ന് ഗേറ്റൊക്കെ അടയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് രോഹിത്തിനെ കൂട്ടി അലീന അകത്തേക്ക് ചെല്ലുന്നുണ്ട്. ബാലചന്ദ്രൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ മോനെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ? അവര് നിന്നെ ഉപദ്രവിച്ചോടാ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രോഹിത് അങ്ങ് പൊട്ടിത്തെറിക്കാട്ടോ. കരഞ്ഞോണ്ട് തന്നെ പറയുന്നുണ്ട്, എന്തിനാ എന്നെ പുറത്തിറക്കിയത്? വീട്ടിലും ഒരു സമാധാനവും തരാത്തുകൊണ്ടാ ഞാൻ പുറത്തിറങ്ങി നടക്കാൻ പോയത്. നാട്ടുകാർ എന്നെ ഓടിച്ചിട്ട് തല്ലാൻ വരിക. എന്തിനാ എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയത്? ഞാൻ അവിടെ കാണാൻ കഴിഞ്ഞോളാന്ന് പറഞ്ഞല്ലേ? എനിക്കിനി ജീവിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ? എനിക്ക് ജാമ്യം വേണ്ടായിരുന്നു. ഞാൻ അവിടെ ഇങ്ങനെ കിടന്നോണ്ടേനെ, എനിക്ക് അവിടെ എങ്കിലും സ്വസ്ഥമായിട്ട് കിടക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രോഹിത് അങ്ങ് പൊട്ടിക്കരയാട്ടോ. അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാ നിന്നെ പുറത്തിറക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ഓട്ടപ്പാച്ചില്. കാണാവുന്നവരൊക്കെ കണ്ടു, പോകുന്നിടത്തെല്ലാം പോയി, പലരോടും അപേക്ഷിച്ചു, ആരും വകവെച്ചില്ല. അവസാനം അലീനയുടെ ഇടപെടൽ കൊണ്ടാ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായത്. എന്നിട്ട് അലീന ശരണ്യെ കാണാൻ പോയ കാര്യങ്ങളെല്ലാം തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പൊ രോഹിത് വീണ്ടും ദേഷ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞിട്ടാണ് അവളെ കാണാൻ പോയത്. എനിക്ക് പുറത്തിറങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ അകത്ത് തന്നെ കിടന്നോളാന്നല്ലേ പറഞ്ഞത്. എനിക്കിനി ജീവിക്കാനും താല്പര്യമില്ല എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. അതും ഇവളുടെ കരുണ കൊണ്ടോ? ഇവള് പറഞ്ഞുകൊണ്ടാണോ എനിക്ക് ജാമ്യം കിട്ടിയത്? ഇവൾ ഇടപെട്ടുകൊണ്ടാണ് ജാമ്യം കിട്ടിയതെങ്കിൽ എനിക്ക് ജാമ്യമേ കിട്ടണ്ടായിരുന്നു എന്നൊക്കെ തന്നെ പറയുകയാണ് രോഹിത്. ബാലചന്ദ്രൻ അപ്പോഴും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതേടാ അതെ, എല്ലാം ഞങ്ങളുടെ തെറ്റാ, ഞങ്ങളുടെ മാത്രം തെറ്റ്. സ്വന്തം മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടില്ലേ? എല്ലാം ഞങ്ങളുടെ ഭാഗത്ത് തെറ്റ് തന്നെയാ. ഹരിയെ പുറത്തിറക്കാൻ ശിവേട്ടനും മനുവും ഒക്കെ എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയാവോ? എന്നിട്ട് പോലും അവരെ ജാമ്യത്തിൽ ഇറക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ സ്ഥാനത്താ നിനക്കിപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നത്. ഇനി നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിയിക്കാനും കഴിയും. നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും എങ്ങനെയാടാ നിന്നെ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ വിടുന്നത്? ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അച്ഛനല്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാലചന്ദ്രൻ ചൂടായി സംസാരിക്കുകയാണ്. രോഹിത് അപ്പോഴും ഇതൊന്നും കേൾക്കാൻ ഒരു മനസ്സുമില്ലാത്ത രീതിയിലാണ് അവിടെ നിൽക്കുന്നതും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ രോഹിത് ദേഷ്യപ്പെട്ട് റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ഇതേ സമയത്ത് അലീന ബാലചന്ദ്രനെ സമാധാനിപ്പിക്കുകയും ചെയ്യാണ് കേട്ടോ. അതിനുശേഷം വൈദ്യ ബാബുദിയെ വിളിക്കുകയാണ് കേട്ടോ. രോഹിത്തിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വിളിക്കുന്നത് തന്നെ. ഉച്ചയ്ക്ക് വിളിച്ച് രോഹിത്തിനേൽ കൊടുക്കാൻ പറഞ്ഞപ്പോഴേക്കും രോഹിത്തിന് ആരോടും സംസാരിക്കേണ്ടെന്നും പറഞ്ഞ് കട്ട് ചെയ്യുകയായിരുന്നല്ലോ ചെയ്തത്. രോഹിത് അതിനുശേഷം എന്തെങ്കിലും കഴിച്ചോ, അവനിപ്പോൾ ഓക്കെ ആയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ആ സമയത്ത് ബാബുദി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. രോഹിത്തേട്ടൻ ഇപ്പം ഭ്രാന്ത് പിടിച്ചതുപോലെ എവിടെ കിടന്ന് ഓരോന്ന് കാണിക്കുന്നത്. രോഹിത്തേട്ടൻ കാണുമ്പോൾ ആർക്കാണെങ്കിലും ദേഷ്യം വരും. ഒന്ന് സംസാരിക്കാൻ പോലും രോഹിയേട്ടൻ കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രാത്രി കഞ്ഞി തട്ടിത്തെറിപ്പിച്ച കാര്യങ്ങളും അതുപോലെ അച്ഛൻ കാർപ്പൻറ്ററെ വിളിച്ചിട്ട് രോഹിയേട്ടൻ്റെ റൂമിലെ വാതിലിലെ കുറ്റിയും കൊളുത്തും എല്ലാം അഴിച്ചു മാറ്റിയ കാര്യങ്ങളെല്ലാം തന്നെ ബബിത പറയുന്നുണ്ട്. രോഹിക്ക് ഇത് എന്താ പറ്റിയത്? എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എൻ്റെ മോൻ എന്തിനാ ഇത്രയും ഫ്രസ്ട്രേഷനൊക്കെ അനുഭവിക്കുന്നത്? അവളുള്ളതുകൊണ്ടായിരിക്കും ആ അലീന, അവൾ അവിടെ വന്ന് കയറിയ പിന്നാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ടായിരിക്കും അവൻ എല്ലാവരോടും ദേഷ്യം കാണിക്കുന്നതെന്നൊക്കെയാണ് വൈജ പറയുന്നത്. എന്നിട്ട് വൈജ ബാബുദിയോട് ചോദിക്കുന്നുണ്ട്, നീ വീട് മാറുന്ന കാര്യമെല്ലാം രോഹിയെ സൂചിപ്പിച്ചായിരുന്നു എന്ന്. അമ്മേ, മര്യാദയ്ക്കൊന്നും സംസാരിക്കുക പോലും ചെയ്യാത്ത രോഹിയേട്ടനോട് ഞാൻ എങ്ങനെ വീട് മാറുന്ന കാര്യം പറയാനാ? 2-3 തവണ അത് പറയാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ അവിടെ ചെന്ന് വിളിച്ചു. അപ്പോഴേക്കും എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ പറയാനാ? ഇനി അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അമ്മ തന്നെ വന്ന് രോഹിയേട്ടനോട് പറയേണ്ടി വരും. അല്ലാതെ ഞങ്ങളെ ആരും രോഹിയേട്ടൻ അങ്ങോട്ടേക്ക് അടുപ്പിക്കത്തു പോലും ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ ബബിത. അമ്മ എപ്പോഴാണ് ഡിസ്ചാർജ് ആകുന്നതെന്ന് ബബിത ചോദിക്കുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, നാളെ തന്നെ ഡിസ്ചാർജ് ആകും. കാലിലെ പ്ലാസ്റ്റർ ഇന്ന് കട്ട് ചെയ്തു, നാളെ ഡിസ്ചാർജ് ആകും എന്നൊക്കെ പറയുകയാണെ. ആ സമയത്ത് ബബിത പറയുന്നുണ്ട്, എങ്കിൽ അമ്മ നേരെ ഇങ്ങോട്ടേക്ക് തന്നെ പോരെ. രോഹിയേട്ടനോട് അമ്മ തന്നെ ഒന്ന് സംസാരിച്ച് നോക്ക്. അമ്മയോടാകുമ്പോൾ രോഹിയേട്ടൻ ദേഷ്യപ്പെടില്ലായിരിക്കും. പിന്നെ വീട് മാറുന്ന കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു കഴിയുമ്പം ചിലപ്പം രോഹിയേട്ടൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ നശിച്ച വീട്ടിലോട്ട് വരാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു എന്നൊക്കെ രോഹിയേട്ടൻ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ അമ്മ സംസാരിച്ച കാര്യം നടക്കുമായിരിക്കും എന്നൊക്കെ ബബിത പറയുക കേട്ടോ. അപ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, അലീനയുള്ള വീട്ടിൽ കാല് കുത്തില്ല എന്ന് തന്നെ കരുതിയിരുന്നാ ഞാൻ. വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ വരണോടി എന്നിങ്ങനെ ചോദിക്കുക. അപ്പം ബബിത പറയുന്നുണ്ട്, വരാതിരിക്കാൻ കഴിയില്ലല്ലോ അമ്മേ, രോഹിയേട്ടൻ്റെ അവസ്ഥ ഇതായി പോയില്ലേ. ഞങ്ങൾ ആരും പറയുന്നത് രോഹിയേട്ടൻ കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല.
അതുകൊണ്ടാണ് അമ്മയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയുന്നത്. അല്ലെങ്കിൽ തന്നെ അവളുണ്ടെന്ന് കരുതി അമ്മ എന്തിനാ വരാതിരിക്കുന്നത്? ഇതെന്താ അവളുടെ വീടാണോ? അല്ലല്ലോ, ഇത് അമ്മയുടെ വീടല്ലേ. അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇങ്ങോട്ടേക്ക് വരത്തില്ലേ? അല്ലെങ്കിൽ തന്നെ അവളെ ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ അനുവദിച്ചിട്ട് നമ്മൾ വേറെ വീട്ടിലേക്ക് മാറി കഷ്ടപ്പെടണം എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ടെന്ന് പറയുമ്പോഴേക്കും അതിന് എന്താണേലും കുഴപ്പമില്ല, ഞാൻ വേറെ വീടെടുത്തു. നിന്റെ അച്ഛൻ അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാത്തിടത്തോളം കാലം ഞാൻ ആ വീട്ടിലേക്ക് താമസിക്കാൻ വരില്ല. അവൾ എന്നാ വീടിന്റെ പടി ഇറങ്ങുന്നോ അന്നേ ഞാൻ അവിടെ താമസിക്കാൻ വരുവുള്ളൂ എന്ന് പറയുകയാണ് വൈജ. എന്തായാലും അമ്മ നാളെ ഡിസ്ചാർജ് ആയി നേരെ ഇങ്ങോട്ടേക്ക് പോരെ, ഇവിടെ വന്ന രോഹിയേട്ടന് വേണ്ടി സംസാരിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്നൊക്കെ ബബിത പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് തന്നെ വൈജ ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ വൈജ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരികയാണ്. മനുവാണ് വൈജയെ കൂട്ടാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നതും. അപ്പോൾ മനുവിൻ്റെ അടുത്ത് വൈജ ചോദിക്കുന്നുണ്ട് രോഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ. നീ അവനെ ഒന്ന് പോയി കണ്ടില്ലേ, നീ അവനോടൊന്ന് സംസാരിക്കാൻ നോക്കിയില്ലെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഞാൻ പോയായിരുന്നു ആൻറ്റി, പക്ഷെ ഞാൻ വിളിച്ചിട്ട് പോലും അവൻ ഡോറ് തുറക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ബബിത ആൻറ്റിയെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടാവുമല്ലോ. അവനിപ്പോൾ ആകെ സമനില തെറ്റിയ രീതിയിൽ എല്ലാവരോടും പെരുമാറുന്നത്. അവരാരോടൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അവന് തന്നെ ഒരു പിടുത്തവും ഇല്ല. എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മര്യാദയ്ക്ക് ആഹാരം പോലും കഴിക്കുന്നില്ല. എന്തായാലും ആൻറ്റി ഈ സമയത്ത് ഡിസ്ചാർജ് ആയത് നന്നായി. ആൻറ്റി ഈ സമയത്ത് അവിടെ ഉണ്ടാകുന്നതാണല്ലോ നല്ലത്. അലീനെ മാത്രം ശ്രമിച്ചാലും രോഹിത് പെട്ടെന്ന് റിക്കവർ ആകാൻ ചാൻസ് കുറവാണ്. വൈജാൻറ്റിയും കൂടെ ചെല്ലുമ്പോഴേക്കും രോഹിത്തിന് ഇച്ചിരി മനസ്സിന് ആശ്വാസമാവും എന്നൊക്കെ പറയുമ്പോഴേക്കും വൈജ ചോദിക്കുന്നുണ്ട് മനുവിനോട്, അവൾ ആരാടാ എൻ്റെ മോനെ രക്ഷിക്കാൻ? എനിക്കറിയാം രോഹിത്തിനെ എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളത്. മിക്കവാറും അവൾ ആ വീട്ടിലുള്ളതായിരിക്കും എൻ്റെ മോന് സമാധാനക്കേട്. അവൾ ആ വീട്ടിൽ നിന്ന് പോയാൽ തന്നെ ആ വീട്ടിലെ പകുതി പ്രശ്നങ്ങൾ തീരെയല്ലേ മനു. പിന്നെ എന്തിനാ അവളെ ആ വീട്ടിൽ ഇങ്ങനെ പിടിച്ചു നിർത്താൻ നോക്കുന്നത്? ഇനി അത് അയാളുടെ മകളാണെങ്കിൽ തന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിച്ചൂടെ? വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഓരോന്ന് കാണിച്ചു വെച്ചോളും. ഇപ്പൊ സ്വന്തം ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, അവിഹിത സന്തതി മാത്രം മതി കൂടെ എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകുമെന്നാണ് നീ പറയുന്നത്? അതുകൊണ്ടായിരിക്കും രോഹിത് ഇത്ര അധികം ദേഷ്യം കാണിക്കുന്നതും തിരിച്ച് ഈ വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തതും. അല്ലാതെ എൻ്റെ മോനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെ വൈജ വെറുതെ ഇങ്ങനെ വീമ്പിളക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മനു പറയുന്നുണ്ട്, ആദ്യം ഒരു വാടക വീടൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് കേട്ടല്ലോ, ഉള്ളതാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതെ, അവളുള്ള വീട്ടിലേക്ക് കാല് കുത്തരുതെന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എൻ്റെ നിവർത്തികേട് കൊണ്ട് മാത്രം ഞാൻ വരുന്നതാ. രോഹിമാനോട് ഫോണിൽ കൊണ്ട് സംസാരിക്കാൻ ഞാൻ നോക്കി, പക്ഷെ അവൻ ഫോൺ പോലും മേടിക്കുന്നില്ല. അതുകൊണ്ട് അവനെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവനെ കണ്ട് സംസാരിച്ച് അവനെയും കൂട്ടിക്കൊണ്ട് വാടക വീട്ടിലേക്ക് പോകാനായിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. അവനെയും ബബുദിയും കൂട്ടിക്കൊണ്ട് വാടക വീട്ടിലേക്ക് തന്നെ ഞാൻ പോകാൻ പോകുന്നതെന്ന് വൈജ പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, ഈ അവസ്ഥയിൽ ആൻറ്റി അവനെയും കൊണ്ട് വാടക വീട്ടിലേക്ക് പോകുന്നത് ശരിയാണോ എന്നിങ്ങനെ ചോദിക്കുക. ആൻറ്റിയും ഇപ്പോഴും പൂർണ്ണമായിട്ട് സുഖമായിട്ടില്ലല്ലോ, കാലിന് അധികം സ്ട്രെയിൻ കൂടുതലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടില്ല ആൻറ്റി. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആവുമോ എന്നൊക്കെ തന്നെ ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ആൻറ്റിക്കും അത്യാവശ്യം റെസ്റ്റ് വേണ്ടതല്ലേ, ഇവിടെ നിൽക്കുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നീ എന്താ മനു ഈ പറയുന്നത്? ഇത്രയും അധികം സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം അവളാ, ആ അലീന. അവൾ ഒറ്റൊരുത്ത് കാരണമാണ് എൻ്റെ കുടുംബം തന്നെ ഇത്രയധികം കഷ്ടപ്പാട് അനുഭവിച്ചത്. എന്നിട്ടും അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ തയ്യാറാകാതെ നിൽക്കുന്ന ആളുടെ കൂടെ ജീവിക്കണമെന്നാണോ നീ പറയുന്നത്? എനിക്കതിനാവില്ല. അയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹവുമില്ല. ഞാൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ടുണ്ടല്ലോ. എന്തായാലും ഉടനെ തന്നെ അയാളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിക്കാൻ പോവുക. പിന്നെ എനിക്കും എൻ്റെ മകൾക്കും സുഖമായിട്ട് ജീവിക്കാനുള്ള മാർഗ്ഗമൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ള ഭീഷണിക്കൊന്നും വഴങ്ങുന്നവളല്ല ഈ വൈജ എന്ന് പറയുകയാണ്. മനു പറയുന്നുണ്ട്, അവൻ്റെ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ടാണ് ആൻറ്റി ഞാൻ അങ്ങനെ പറഞ്ഞത്. അവൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാം കൈവിട്ട് പോയില്ലേ? കാര്യങ്ങൾ അവരവസ്ഥയിലേക്ക് എത്തിക്കരുത്. നിങ്ങൾ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിൽ മക്കളുടെ ജീവിതം കൂടി ഇല്ലാതെ പോകുന്നതൊക്കെയുള്ളത് ഓർക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, അതൊക്കെ ചിന്തിക്കേണ്ടത് ബാലചന്ദ്രനായിരുന്നു, ഞാനല്ല. ആ പഴിച്ചോളെ അവിടെ പിടിച്ചു നിർത്താൻ ഞാൻ പറഞ്ഞു. അവൾ കാരണമല്ലേ ഈ വീട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായത്. എന്നിട്ടും അയാൾ അതൊന്നും മനസ്സിലാക്കാതെ അവളെ അവിടെ നിർത്താനല്ലേ നോക്കുന്നത്. എല്ലാ തരത്തിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ തയ്യാറായതാ. ഒറ്റ കണ്ടീഷനല്ലേ ഞാൻ വെച്ചുള്ളൂ, അവളെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറ്റി താമസിപ്പിക്കണം. അതിന് പോലും പറ്റത്തില്ലെന്നും പറഞ്ഞല്ലേ അയാൾ പിടിച്ചു പിടിയാലേ നിന്നത്. അങ്ങനെ അയാളുടെ വാശിക്ക് നിന്നു കൊടുക്കാൻ ഞാനും തയ്യാറല്ല മനു. രോഹിത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് മാറി താമസിച്ചോളാം. അയാളും അയാളുടെ പിഴച്ച മോളും കൂടെ സുഖമായിട്ട് ജീവിക്കട്ടെ അവിടെ. മനു പറയുന്നുണ്ട്, ആൻറ്റി ഇനിയിപ്പോൾ അലീനയുടെ പ്രശ്നം അവിടെ നിൽക്കട്ടെ. രോഹിത്തിൻ്റെ കാര്യങ്ങളാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആര് ചെന്ന് വിളിച്ചാൽ മാത്രം രോഹിത് ആൻറ്റിയുടെ കൂടെ ഇറങ്ങി വരുമെന്ന് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, അവനെ എൻ്റെ മോനാ, ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ അവന് കഴിയില്ല. ഞാൻ ചെന്ന് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ അവൻ എൻ്റെ കൂടെ ഉറപ്പായിട്ടും വരും. എനിക്കറിയാം അവളുള്ള വീട്ടിൽ അവന് താമസിക്കാൻ ഇഷ്ടമല്ല എന്നുള്ളത്. ഇപ്പോഴും അവൻ അനുഭവിക്കുന്ന ആ മാനസിക വിഷമം അവൾ ആ വീട്ടിലുള്ളത് തന്നെ ആയിരിക്കും എന്നൊക്കെ പറയാം കേട്ടോ വൈജ. എനിക്കുറപ്പാ ബബിതയും രോഹിതും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഞാൻ അവരെയും കൂട്ടിയിട്ട് അധികം വൈകാതെ തന്നെ വാടക വീട്ടിലേക്ക് പോകുമെന്നും പറയുകയാണ്. അങ്ങനെ അവർ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും തന്നെ കൃഷ്ണമോളും ബബിതയും അലീനയൊക്കെ വാതിക്ക് വന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. വന്ന പാടെ ബബിതയോട് ആദ്യം തന്നെ ചോദിക്കുന്നത് രോഹി എവിടെയെന്നാണ് കേട്ടോ. ബബിത പറയുന്നുണ്ട്, രോഹിയേട്ടൻ റൂമിലാമേ. ആ റൂമിൽ നിന്ന് രോഹിയേട്ടൻ പുറത്തിറങ്ങാറില്ലല്ലോ.
ഞങ്ങളോട് ആരോടും സംസാരിക്കാറുമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നീ ചെന്ന് രോഹിയെ ഒന്ന് വിളിക്കുക, അമ്മ വന്നിട്ടുണ്ടെന്ന് പറ, അമ്മയ്ക്ക് മുകളിലോട്ട് കയറി വരാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് താഴോട്ട് ഇറങ്ങി വരാൻ പറയാമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഞാൻ ഇപ്പം തന്നെ പറയാം അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ബബിത അങ്ങോട്ടേക്ക് കയറി ചെല്ലുക കേട്ടോ. ഈ സമയത്ത് കൃഷ്ണമോൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ടെങ്കിലും വൈജ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ കൃഷ്ണമോളെ. അലീനെ ഒന്ന് നോക്കി പേടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ബബിത ചെന്നിട്ട് രോഹിത്തിന്റെ മുറിയിൽ ഡോറ് തുറന്നിട്ട് രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. രോഹിയേട്ട അമ്മ വന്നിട്ടുണ്ട്, അമ്മയ്ക്ക് രോഹിയേട്ടനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, മുകളിലേക്ക് കയറി വരാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് താഴെ റൂമിലോട്ട് ചെല്ലാവോ എന്ന് ചോദിച്ചെന്ന് പറയുമ്പോഴേക്കും രോഹിത്ത് പറയുന്നുണ്ട്, എനിക്ക് ആരെയും കാണണ്ട, എനിക്ക് ആരോടും സംസാരിക്കുകയും വേണ്ട, ഒന്ന് ഇറങ്ങി പോടി എൻ്റെ റൂമിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബബിതയോട് മോശമായിട്ട് പെരുമാറുന്നുണ്ട്. ബബിത ചെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും രോഹിത്ത് താഴേക്ക് ഇറങ്ങി വരാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. രോഹിയേട്ടൻ താഴേക്ക് ഇറങ്ങി വരില്ല, രോഹിയേട്ടൻ ആരെയും കാണണ്ട, ആരോടും സംസാരിക്കേണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വന്നോന്ന് നീ അവനോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു, അമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞ് എന്നെ ഞാൻ വിളിച്ചത്. അപ്പോഴാണ് രോഹിയേട്ടൻ പറഞ്ഞത് രോഹിയേട്ടൻ ആരെയും കാണണ്ടെന്ന്. ഇതെന്തൊരു കഷ്ടമാ, ഇതെന്താ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവസാനം നിവർത്തിയില്ലാതെ വൈജ തന്നെ മുകളിലേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. വൈജയുടെ പുറകെ തന്നെ ബബിതയും കയറി ചെല്ലുന്നുണ്ട്. അങ്ങനെ വൈജ റൂമിലേക്ക് ചെന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, എടാ മോനെ, അമ്മയ്ക്ക് വയ്യാത്തോണ്ടല്ലേടാ നിന്നെ താഴോട്ട് വിളിപ്പിച്ചത്, എന്നിട്ടും നീ എന്നെ താഴോട്ട് ഇറങ്ങി വരാഞ്ഞത്, അമ്മയല്ലേ വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. രോഹിത് അപ്പോഴും വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. രോഹിത്ത് മറുപടി ഒന്നും പറയുന്നില്ല. ആരോടും സംസാരിക്കാൻ ഒരു താല്പര്യമില്ലാത്ത മട്ടിലാണ് രോഹിത്ത് നിൽക്കുന്നതും. വൈജ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടെങ്കിലും രോഹിത്ത് ഒന്നിനും തന്നെ ഒരു മറുപടി പറയുന്നില്ല. അവസാനം വൈജ പറയുന്നുണ്ട്, മോനെ, അമ്മ ഒരു വീട് എടുത്തിട്ടുണ്ട് വാടകയ്ക്ക്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, അവിടെ ആരും മോനെ ശല്യം ചെയ്യില്ല, നമുക്ക് ആരുടെയും മുഖം കാണേണ്ടി വരത്തുമില്ല, അവിടെ നമുക്ക് ആരുടെയും മുഖം കാണേണ്ടി വരില്ല, മോൻ അവിടെ സ്വസ്ഥമായിട്ടിരിക്കാം, മോൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അമ്മ കാത്തിരിക്കുകയായിരുന്നു, നമുക്ക് എന്തായാലും ആ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ വൈജ പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഇല്ല, ഞാൻ എങ്ങോട്ടേക്കും ഇല്ല, ഞാനിനി ഒരിടത്തോട്ടും ഇല്ല, എനിക്ക് ഇച്ചിരി സമാധാനമാണ് വേണ്ടത്, ഒന്നിറങ്ങി പോകാവോ, എനിക്കിപ്പോൾ ആരോടും ഒന്നും സംസാരിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് ദേഷ്യപ്പെടുമ്പോഴേക്കും വൈജയ്ക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. രോഹിത്ത് ഇങ്ങനെ തന്നോട് പെരുമാറുമെന്ന് വൈജ ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. രോഹിത്തിന് വേണ്ടിയിട്ടും കൂടിയാണല്ലോ വൈജ ഇങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെ എടുത്തത്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ രോഹിത്തിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രതികരണം ഉണ്ടായത് വൈജയ്ക്ക് ഒട്ടും അംഗീകരിക്കാനും കഴിയുന്നില്ല. താൻ പറഞ്ഞ രോഹിത്ത് കേൾക്കും എന്നൊക്കെ വലിയ വീമ്പിളക്കിക്കൊണ്ടാണല്ലോ വൈജ വന്നത്. എന്നാൽ വൈജ വന്നിട്ടും ആ കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നുമില്ല. എന്നിട്ട് വൈജ വന്നിട്ടും രോഹിത്തിനെ മയപ്പെടുത്തി എടുക്കാൻ കഴിയുന്നില്ല. വൈജ ഭയങ്കര വിഷമത്തോടു കൂടി തന്നെ താഴേക്ക് വന്നിരിക്കുകയാണ്. വൈജ ബബിതയോട് ചോദിക്കുന്നുണ്ട്, ഇവനെന്താടി ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്താടി ഇവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഇപ്പൊ ഇവനെ ജാമ്യത്തിലിറക്കിയതാണോടെ ഇവന് ഇഷ്ടപ്പെടാത്തത്, ഇവൻ ആ ഹരിയുടെയും കൂട്ടുകാരുടെയും കൂടെ ജയിലിൽ കിടക്കണമെന്ന് തന്നെയായിരുന്നു താല്പര്യം, അങ്ങനെയാണെങ്കിൽ ഇവനെ ജയിലിൽ തന്നെ കിടത്തിയാൽ മതിയായിരുന്നല്ലോ, ഇത്രയും പാടുപെട്ട് ഇവനെ പുറത്തിറക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, അതേ അമ്മേ, ഞങ്ങൾക്കും അങ്ങനെ തോന്നാതിരുന്നില്ല, രോഹിയേട്ടന്റെ കാട്ടായൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, രോഹിയേട്ടന്റെ മനസ്സിൽ എന്താന്നുള്ളത് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല, അയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ ബബിത. വീട്ടിലിരുന്നിട്ട് സമാധാനമില്ലാന്നും പറഞ്ഞ് രാവിലെ നടക്കാനെന്നും പറഞ്ഞ് പോയി. അവസാനം നാട്ടുകാരെല്ലാവരും കൂടെ ഓടിച്ചിട്ട് തല്ലാൻ പോയി. അവസാനം ഓടിക്കതച്ച് വീട്ടിൽ വന്ന് കയറി. വന്നിട്ട് ഇവിടെ ഉള്ളവരോട് വെറുതെ ദേഷ്യപ്പെട്ടു, എന്തിനാ എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പോയത്, ഞാൻ അവിടെ കിടന്ന് ചത്തോളാം എന്ന് പറഞ്ഞല്ലേ, എനിക്കിനി ജീവിക്കേണ്ട, എനിക്ക് ജീവിതം മടുത്തു എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ടൊക്കെ പറഞ്ഞു. രോഹിയേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ട് അച്ഛനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നിങ്ങനെ പറയുക കേട്ടോ. ആ ഒരു സമയത്ത് വൈജയ്ക്ക് കുടിക്കാനായിട്ട് കൃഷ്ണമോൾ ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് വരികയാണ്. അത് നമ്മുടെ അലീനയാണ് കേട്ടോ കൃഷ്ണമോളുടെ കയ്യിൽ കൊടുത്തു വിടുന്നത്. അലീന കൊടുത്താൽ എന്തായാലും മേടിക്കുകയില്ല, മിക്കവാറും ക്ലാസ് എറിഞ്ഞ് പൊട്ടിക്കുന്നുള്ളതൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ കൃഷ്ണമോളുടെ കയ്യിൽ കൊടുത്തു വിടുകയാണ് അലീന ചെയ്തത്. കൃഷ്ണമോൾ ആ ജ്യൂസായിട്ട് അങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ വൈജ പറയുന്നുണ്ട്, ഇത് നീ ഉണ്ടാക്കിയതാണോ അതോ അവൾ ഉണ്ടാക്കിയതാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് അത് കുടിക്കാൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ വൈജ ആ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് രോഹിത്തിനോട് സംസാരിക്കാൻ പോയിട്ട് എന്തായി എന്നുള്ള കാര്യം. അപ്പോൾ രോഹിത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറയുകയാണ് കേട്ടോ കൃഷ്ണമോളോട്. ആ സമയത്ത് കൃഷ്ണമോളുടെ വീട് മാറുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും വീട് വിട്ട് ഞാൻ എങ്ങോട്ടേക്കും വരില്ല എന്നും അച്ഛനും അല്ല ചേച്ചി ഉള്ളിടത്ത് ഞാൻ നിൽക്കുകയുള്ളൂ എന്നും പറയുകയാണ്. അമ്മയ്ക്കും ഇവിടെ നിൽക്കാമല്ലോ, അമ്മയുടെ മനസ്സിലെ വാശി കൊണ്ടല്ലേ അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇനിയിപ്പോൾ രോഹിയേട്ടനെ കൂട്ടിക്കൊണ്ട് പോകാനാണ് അമ്മ ഇങ്ങോട്ടേക്ക് വന്നതെങ്കിൽ രോഹിയേട്ടൻ വരുമെന്ന് തോന്നുന്നില്ല. ബബിതേച്ചി പിന്നെ ഈ വീട്ടിൽ നിന്ന് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. എന്തായാലും അമ്മ ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോയാൽ അത് കൂടുതൽ പ്രശ്നമാവും എന്നൊക്കെ തന്നെ പറയുകയാണ് കൃഷ്ണമോള്. എന്നാലും വൈജയുടെ തീരുമാനത്തിൽ നിന്ന് ഒരു ശകലം പോലും പിന്നോട്ട് പോകാതെ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഞാൻ എന്തായാലും വീട് വാടകയ്ക്ക് എടുത്തു, ഇനി ആ പിഴച്ചോളുള്ള ഈ വീട്ടിൽ ഞാൻ ഒരിക്കലും നിൽക്കില്ല. അവരെന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, ജീവിക്കോ മരിക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഇനി അവരുടെ കാര്യത്തിൽ ഇടപെടാതിരുന്നാൽ പോരെ, ഞാനും എൻ്റെ മക്കളും എവിടാന്ന് വെച്ചാൽ പോയി ജീവിച്ചോളാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ വൈജ. അപ്പോൾ ബബിതയും പറയുന്നുണ്ട്, അവളാമ്മ എല്ലാത്തിനും കാരണം, ആ അലീന ഇങ്ങോട്ടേക്ക് വന്നേ പിന്നെ ഈ വീട് ഇത്രയും നശിച്ചു പോയത്, അവൾ എന്ന് ഈ വീട്ടിൽ നിന്ന് പോകുന്നോ അന്ന് ഈ വീട് ഗതി പിടിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും കൃഷ്ണമോൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് കൃഷ്ണമോൾ പറയുന്നുണ്ട്, അതെ അതെ,
ബബിതേച്ചി ഇവിടെ കിടന്ന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ബബിതേച്ചി ഇപ്പോൾ അമ്മയുടെ കൂടെ പോകാൻ തുള്ളി നിൽക്കുന്ന എന്തിനാണെന്നും ഞങ്ങൾക്കറിയാം. എന്നാലും അമ്മയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ബബിതേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇപ്പോൾ രോഹിയേട്ടൻ പേരുദോഷം കേൾപ്പിച്ച പോലെ തന്നെ ബബിതേച്ചി അധികം വൈകാതെ പേരുദോഷം കേൾപ്പിക്കുമെന്നൊക്കെ പറയുമ്പോഴേക്കും വൈജി ചോദിക്കുന്നുണ്ട്, എന്തുവാടി ഇവള് പറയുന്നത്? ഇവൾ എന്തുവാടി ഈ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, അമ്മേ ഇപ്പം അമ്മ അലീനെ കുറ്റപ്പെടുത്തി സംസാരിച്ചില്ലേ, അത് സഹിക്കാൻ കഴിഞ്ഞിട്ട് അവൾ ഓരോന്ന് ചുമ്മാ പറയുന്നതെന്ന് പറഞ്ഞ് ആ വിഷയം അങ്ങ് ഒഴിവാക്കി വിടുകയാണ്. അതിനുശേഷം വൈജി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൃഷ്ണമോളെ ഇങ്ങനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നീ എന്നെ കണ്ടിട്ടാടി ഇവിടെ നിൽക്കുന്നത്, നിനക്ക് ഇവിടെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? നീ എൻ്റെ കൂടെ അങ്ങോട്ടേക്ക് വരാൻ നോക്ക്. നിന്റെ അച്ഛൻ മോളാന്നും പറഞ്ഞ് അവളെ ഇവിടെ പിടിച്ചിറത്തിയേക്കുന്ന എന്തിനാണെന്നൊന്നും നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഇപ്പൊ കൊച്ചല്ലേ, അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നീ അമ്മ പറയുന്നത് കേട്ടിട്ട് അമ്മയുടെ കൂടെ വരാൻ നോക്ക് എന്നിങ്ങനെ പറയുമ്പോഴേക്കും കൃഷ്ണമോള് പറയുന്നുണ്ട്, എന്തുവാ തെറ്റ് എന്തുവാ ശരി എന്നൊക്കെ ഉള്ളത് ഇപ്പൊ തിരിച്ചറിയാനുള്ള പ്രായം എനിക്കായി. അതുകൊണ്ട് അമ്മ എനിക്ക് ആ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ നിൽക്കേണ്ട. അലിന ചേച്ചി അച്ഛൻ എങ്ങനെയാ കാണുന്നതൊക്കെ ഉള്ളത് എനിക്കറിയാം. അലിന ചേച്ചിയും അച്ഛനും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്നും അലിന ചേച്ചി അച്ഛൻ ഏത് കണ്ണിൽ കൂടിയാണ് കാണുന്നതൊക്കെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം. അലിന ചേച്ചിയും തിരിച്ച് ഒരച്ഛൻ്റെ സ്ഥാനത്ത് തന്നെ അച്ഛനെ കാണുന്നത്, അല്ലാതെ അമ്മ ചീപ്പായിട്ട് ചിന്തിക്കുന്ന പോലെ അല്ല. അമ്മയുടെ മനസ്സ് ചീത്തയായതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് കൃഷ്ണമോൾ പറയുക കേട്ടോ. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് കൃഷ്ണമോളുമായിട്ട് നല്ല വഴക്കാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ അലീന അങ്ങോട്ടേക്ക് വരികയും കൃഷ്ണമോൾക്ക് വേണ്ടിയിട്ട് അലീന സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. വൈജ പറയുന്നുണ്ട്, ഇവളാ എല്ലാത്തിനും കാരണം. ഈ വീട്ടിൽ നീ ഉള്ളതുകൊണ്ടാടി എനിക്കും എൻ്റെ മക്കൾക്കും ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. എൻ്റെ മക്കൾ പോലും എന്നിൽ നിന്ന് അകന്നു പോകുന്നത് നീ കൊണ്ടാ. ആൾക്കാരെ മയക്കെടുക്കാൻ നിനക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടല്ലോ, സമ്മതിച്ചേ പറ്റത്തുള്ളൂ. ആദ്യം എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് അകറ്റി, ഇപ്പം എൻ്റെ മക്കളെയും കൂടി നീ നിന്റെ വരുതിയിലാക്കാനാണോടി നോക്കുന്നത്. നിന്റെ മനസ്സിലെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ എന്തായാലും ഈ കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചേക്കുന്നത്. ഞാൻ കാണിച്ചു തരാവിടി. അധികം വൈകാതെ നിന്റെ ഈ വീട്ടിലെ പുറത്ത് ഞാൻ അവസാനിപ്പിക്കും. നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കുവടി. നീ നോക്കിക്കോ വൈജയായി പറയുന്നത്. ഞാനും എൻ്റെ മക്കളും അനുഭവിച്ച എല്ലാ നാണക്കേടുകൾക്കും നീ ഉത്തരം പറയേണ്ടി വരും. നിന്റെ പേരും പറഞ്ഞാൽ ഞാനും ബാലചന്ദ്രനും തമ്മിൽ തെറ്റിയത്. അതുപോലെ തന്നെ നീ കാരണമാണ് എൻ്റെ മക്കൾക്ക് ഇതുപോലൊരു ദുരവസ്ഥ ഉണ്ടായതും. അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ മേഡം ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുമ്പോഴേക്കും, നീ എന്ത് തെറ്റ് ചെയ്തു എന്ന് നിനക്കറിയത്തില്ലേ? നീ ഈ വീട്ടിൽ വന്ന് നീയാണ് എല്ലാം എന്നുള്ള അധികാരം കാണിച്ചു തുടങ്ങിയപ്പോൾ മുതലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ അതിന് സമ്മതിച്ചില്ല. അതിന് പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കിയാണല്ലോ അയാൾ എന്നെ രാത്രി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. അങ്ങനെ വഴക്കുണ്ടാക്കി ഇറങ്ങി പോയിട്ടല്ലേടി എനിക്ക് അപകടം സംഭവിച്ചത്. അതുകൊണ്ടല്ലേ എൻ്റെ മക്കൾക്ക് ശിവേട്ടൻ്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വന്നത്. അങ്ങനെ അവിടെ പോയി നിൽക്കേണ്ടി വന്നുകൊണ്ടല്ലേ ഹരിയുമായിട്ട് രോഹിത് കൂടുതൽ അടുത്തതും അവൻ എൻ്റെ മോനെ കൊണ്ട് ഒരു കുഴിയിൽ ചാടിച്ചതും. എല്ലാത്തിനും കാരണം നീയാ. എല്ലാത്തിനും ഇവിടെ മൂല കാരണം നീ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് വൈജ അലീനയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ്. വൈജ അലീനയെ കുറേ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴേക്കും കൃഷ്ണമോൾക്കും അങ്ങ് പിടിപെടുന്നുണ്ട്. കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എല്ലാത്തിനും കാരണം അമ്മയാ, അല്ലാതെ അലീന ചേച്ചി അല്ല. അലീന ചേച്ചി ഈ വീട്ടിലേക്ക് വന്ന എന്തിനാണെന്നും അലീന ചേച്ചി ആരാണെന്ന് പറഞ്ഞാൽ അമ്മ ഒരിക്കലും ഇങ്ങനെയൊക്കെ സംസാരിക്കില്ല. നിന്നെ ആരോട് ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചത്? നീ അവിടെ മിണ്ടാതിരുന്നാൽ മതി. നിനക്കറിയില്ല ഇവളുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ ഉള്ളത് എന്നും പറഞ്ഞുകൊണ്ട് വൈജ പിന്നെയും ചൂടാകുമ്പോഴേക്കും കൃഷ്ണമോളി പറയുന്നുണ്ട്, അലീന ചേച്ചിയുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം, അമ്മയ്ക്ക് അറിയാത്തത്. അതുപോലെ ഒരു കാര്യം അമ്മയ്ക്ക് അറിയില്ല. അതുപോലെ അമ്മ ഈ കിടന്ന് കാണിക്കുന്നതൊക്കെ ഉണ്ടല്ലോ വെറും മണ്ടത്തരം മാത്രമാണ്. അമ്മയ്ക്ക് അറിയില്ല സത്യാവസ്ഥ എന്താണെന്നുള്ളത്. അച്ഛൻ എന്തുകൊണ്ടാണ് അമ്മയോട് ഇത്രയും അകലം കാണിച്ചതെന്നും അലീന ചേച്ചിയെ ചേർത്ത് പിടിച്ച് എന്തുകൊണ്ടാണെന്നുള്ള ഒരു കാരണവും അമ്മയ്ക്ക് അറിയില്ല. അമ്മയ്ക്ക് ഒന്നും അറിയാതെ അമ്മ വെടിവശം കെട്ടി നടക്കുക എന്നും പറഞ്ഞുകൊണ്ട് വൈജയുടെ നേരെ ചൂടാവുന്നുണ്ട് കേട്ടോ കൃഷ്ണമോള്. അപ്പോഴേക്കും നീ എന്താടി ഈ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, അതേ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. അമ്മ എങ്ങനെയാണ് അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്നും അതിനുശേഷമുള്ള കാര്യങ്ങളും എല്ലാം അറിയാൻ തന്നെ ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും, നീ എന്താടി ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് വൈജ. അമ്മയ്ക്ക് അറിയില്ല ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് എന്ന് ചോദിക്കുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, എന്താന്ന് വെച്ചാൽ നീ തുറന്ന് പറയടേ, നീ എന്തറിഞ്ഞു എന്നായി പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അതേ അമ്മയുടെ ആഗ്രഹ ചരിത്രങ്ങളെല്ലാം ഞങ്ങൾക്ക് അറിയാം, അച്ഛനും അറിയാം. എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ അലീന ചേച്ചിക്കും അറിയാം അമ്മയുടെ കഥകളൊക്കെ. അലീന ചേച്ചി ആരാണെന്ന് അമ്മ വിചാരിച്ചേക്കുന്നത്? അന്ന് ആഗ്രയിലെ സംഭവങ്ങൾക്ക് ശേഷം അമ്മ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയില്ലേ? ആ പെൺകുഞ്ഞാണ് ഇവിടെ നിൽക്കുന്ന ഈ അലീന. ശരിക്കും പറഞ്ഞാൽ അലീന ചേച്ചി അല്ല പിഴച്ചവള്, അമ്മയാ പിഴച്ചവള്. അമ്മയാ പിഴച്ചു പറ്റത്. അമ്മയാ കല്യാണത്തിന് മുമ്പ് പിഴച്ചു പറ്റത്. എന്നിട്ട് അതെല്ലാം മൂടി മറിച്ച് ഒന്നും അറിയാത്തോടെ പോലെ അച്ഛനെ കല്യാണം കഴിച്ച് അച്ഛനെ ചതിക്കുകയായിരുന്നില്ലേ അമ്മ? എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അമ്മ ഇനി കൂടുതൽ പുണ്യാളത്തിയൊന്നും ആകാൻ നോക്കണ്ട. അമ്മയുടെ എല്ലാ പൂർവ്വകാല ചരിത്രങ്ങളും എല്ലാവർക്കും അറിയാമെന്നൊക്കെ പറയുക കേട്ടോ. പക്ഷെ ബബിത ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ബബിതയ്ക്ക് അന്നാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നതും. കൃഷ്ണമോൾ ഇതും കൂടെ പറഞ്ഞു കഴിയുമ്പോഴേക്കും വൈജ ആകെ ഷോക്കായി അവിടെ കട്ടിലിരിക്കുകയാണ് കേട്ടോ. വൈജ ഇങ്ങനെ ആകെ തളർന്ന അവസ്ഥയിലിരിക്കുകയാണ്. താൻ ഇത്രയും നാളും മൂടി മറച്ചു വെച്ച സത്യം ഇവരൊക്കെ നേരത്തെ അറിഞ്ഞുവെന്നും ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ വെറും വെടിവേഷം കെട്ടി ആടുകയായിരുന്നു എന്നൊക്കെ ഉള്ളത് വൈജയ്ക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അലീന സ്വന്തം മോളാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും വൈജ ആകെ തളർന്നു പോവുകയും ചെയ്യുന്നുണ്ട്.
അമ്മ പ്രസവിച്ച അമ്മയുടെ സ്വന്തം മോള് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ കൃഷ്ണമോള്. ആ സമയം വൈജ അലീനെ ഇങ്ങനെ നിസ്സഹായ അവസ്ഥയോടെ നോക്കുന്നുണ്ട് കേട്ടോ. സ്വന്തം മകളെക്കുറിച്ചാണല്ലോ ഞാൻ ഇത്രയും നാളും ഇത്രയും അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് എന്നൊക്കെ ഓർത്തുകൊണ്ട് ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് വൈജ. അതേസമയം ബാലചന്ദ്രൻ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടും സ്വന്തം മോളെ പോലെ അലീനെ ചേർത്ത് പിടിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് കുറ്റബോധവും തോന്നുന്നുണ്ട് വൈജയ്ക്ക്. എന്തായാലും വൈജ ഈ സത്യങ്ങളെല്ലാം അറിയുന്നുണ്ടെങ്കിലും വൈജയ്ക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണം